ബാങ്ക് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇതിന് ലോൺ കൊടുക്കാവോ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിലുള്ള ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ പാരാമീറ്റേഴ്സ് യൂഷ്വലി കൺസിഡർ ചെയ്യാറുണ്ട്? ഒന്നാമത് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മളതിലേക്ക് വരാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു പ്രൊമോട്ടർ എത്രത്തോളം അതിനകത്ത് പാഷനേറ്റ് ആണ്, എത്രത്തോളം അതിനകത്ത് നോളജബിൾ ആണ്. ചിലപ്പോൾ ഭയങ്കര പാഷനൊക്കെ കാണും, പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്ത് പുള്ളിയുടെ ഐഡിയ പുള്ളി വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം പുള്ളിക്ക് അതിനകത്തൊരു ഡീപ്പ് നോളജ് ആ ഒരു സെക്ടറിനകത്തുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊമോട്ടേഴ്സോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പല ബിസിനസ് ഓണേഴ്സും പറയുന്നത് കേൾക്കാറുണ്ട്, ഇപ്പം ഈ ബാങ്കിൽ ലോണിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവർ നമുക്ക് ലോണ് തരുന്നില്ല, നമുക്ക് എവിടെ നിന്ന് ലോണ് തരുന്നില്ല. പല ആളുകളും പറയുന്നതൊക്കെ നമുക്ക് ലോണ് കിട്ടാത്തത് മാത്രമാണ് ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഇത് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ചിന്തിക്കാറ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ സിവിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബിസിനസ് ഐഡിയ അത് വയബിൾ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷമായിരിക്കണം ആക്ച്വലി നമ്മൾ ലോൺ എടുക്കേണ്ടത്, അല്ലേ? കാരണം സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് തോന്നുന്നു ഡെപ്റ്റിനെക്കാട്ടിലും എപ്പോഴും നമ്മുടെ ഓൺ ഫണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ബൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫണ്ട് കണ്ടെത്തിയെന്ന് ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ലോൺ എടുക്കുന്നത് തന്നെ ആയിരിക്കത്തില്ലേ കുറച്ചും കൂടെ അഡ്വൈസബിൾ? മിക്കവാറും കേസിൽ അങ്ങനെ അത് മാത്രമാണ് നമുക്കൊരു ഓപ്ഷനായിട്ട് വരുന്നത്. ഒരു ഐഡിയ സ്റ്റേജിലൊന്നും ഫണ്ട് ചെയ്യാൻ മിക്ക ബാങ്കുകളും എസ്പെഷ്യലി ഇൻ ഇന്ത്യയിൽ പ്രാക്ടിക്കൽ അല്ല. ഓക്കെ, നമ്മൾ എസ്പെഷ്യലി അത് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെയും ഒരു ഇബിറ്റ പോസിറ്റീവ് എങ്കിലും വരുന്നതിന് ശേഷം മാത്രമാണ് ബാങ്കുകൾ ആ പ്രൊജക്റ്റ് ബാങ്കബിൾ പ്രൊജക്റ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പ്രൊജക്റ്റ് ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷേ വെദർ ദ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ബാങ്കബിൾ ആണ്? ഒരു ബാങ്കിന് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഇതിനകത്ത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. നമ്മളൊരു ഇക്വിറ്റി ഇൻവെസ്റ്റർ ആയിട്ട് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ളത് ഒന്നാമത്തെ ആസ്പെക്റ്റ്. കാരണം ആ ഇക്വിറ്റി ഇൻവെസ്റ്റർക്ക് കിട്ടാവുന്ന റിട്ടേൺ അൺലിമിറ്റഡ് ആണ്. നാളെ ഈ ബിസിനസ് സക്സസ്ഫുൾ ആയി, അതേപോലെ ഈ 10 ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 20 to 30% സക്സസ് റേഷ്യോ വന്നാൽ പോലും ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റർക്ക് അത് വയബിളാണ്. പക്ഷെ ബാങ്കിന്റെ റിട്ടേൺസ് ലിമിറ്റഡ് ആയതുകൊണ്ട് ഒരാളും വലിയൊരു സക്സസ്ഫുൾ ബിസിനസ് ആയതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ബാങ്കിന് 20% ഇൻട്രസ്റ്റ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ 25% കൊടുത്തേക്കാം. നമ്മുടെ നാട്ടിലത് അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റഡ് റേറ്റ് ആണ്. 12 or 13 അല്ലെങ്കിൽ മാക്സിമം ക്യാൻ ബി 40. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫെയിലിയർ റേറ്റ് ബാങ്കിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് പലപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് കഴിഞ്ഞ് ഈ 13 അല്ലെങ്കിൽ 14% വരുമ്പോൾ ഒരു ബാങ്കിൻ്റെ ഒരു ടിപ്പിക്കൽ ഇന്ത്യയുടെ മാർജിൻ എന്നുള്ളത് 3 to 3.5% മാർജിനിലാണ് ബാങ്ക്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഫെയിലിയർ റേറ്റുകളാണ് ബാങ്കിനെ ഈ പല പ്രൊജക്റ്റുകളിലും ലോൺ കൊടുക്കുന്നതിന് പിന്നോട്ട് വലിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു NPA റേഷ്യോ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഫെയിലിയർ ആകുന്ന പോലെ തന്നെ ബാങ്കിങ് ഫെയിലിയറിലേക്ക് അത് പോകും. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഓണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ അയാൾ ഹ്യൂജ് റിസ്ക് എടുക്കുമ്പം അയാൾക്ക് അതിന് മാത്രമുള്ള റിട്ടേൺസ് കിട്ടുന്നുണ്ട്. ബാങ്കിന് റിട്ടേൺസ് കുറവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ റിസ്ക് പരമാവധി കുറയ്ക്കാൻ നമ്മൾ നോക്കും, അല്ലേ? അന്നേരം ബാങ്ക് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇതിന് ലോൺ കൊടുക്കാവോ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിലുള്ള ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്തൊക്കെ പാരാമീറ്റേഴ്സ് യൂഷ്വലി കൺസിഡർ ചെയ്യാറുണ്ട്? ഒന്നാമത് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മളതിലേക്ക് വരാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊമോട്ടർ എത്രത്തോളം അതിനകത്ത് പാഷനേറ്റ് ആണ്, എത്രത്തോളം അതിനകത്ത് നോളജബിൾ ആണ്. ചിലപ്പോൾ ഭയങ്കര പാഷനൊക്കെ കാണും, പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്ത് പുള്ളിയുടെ ഐഡിയ പുള്ളി വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം പുള്ളിക്ക് അതിനകത്തൊരു ഡീപ്പ് നോളജ് ആ ഒരു സെക്ടറിനകത്തുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊമോട്ടേഴ്സോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബീയിങ് ഒരു 10-14 വർഷം ബാങ്കിലിരുന്ന് ഒരുപാട് ഞാൻ കേരളത്തിൽ കുറച്ച് പ്രൊമോട്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആഫ്റ്റർ ദ ഡൈവേഴ്സ് കോയമ്പത്തൂർ, അത് കഴിഞ്ഞ് ഹൈദരാബാദ്, അത് കഴിഞ്ഞ് ഡൽഹിയിലൊക്കെ എത്തിയപ്പോഴെങ്കിൽ ലാർജ് സ്കെയിൽ അക്കൗണ്ട്സ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ഇത്രയും ഒരു ബിസിനസ് പുൾ ഓഫ് ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യലി പ്രൊജക്ഷൻസിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനം അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ടീം ലീഡർ ആയിരിക്കണം ഈ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. കാരണം എൻ്റെ ടീമിനെ അതിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ബിസിനസ് എസ്പെഷ്യലി സ്കെയിൽ അപ്പിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊക്കെ പുൾ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ അവരുടെ ഈ ഓഫീസ് വിസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ആൾക്കാരോടൊന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഐഡിയാസ് നമുക്ക് കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫാക്ടറാണ് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. ഈ പറഞ്ഞ പോലെ ബിസിനസ് ബാങ്ക് ഇത്ര ഇൻട്രസ്റ്റ് തന്ന് ആ ഇൻട്രസ്റ്റ് അടച്ചതിന് ശേഷം ഈ ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റുമോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അനാലിസിസും ഇതൊക്കെ
വെച്ച് നോക്കിയിട്ടാണ് ബാങ്ക് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബാങ്ക് ഒരു ലോൺ കൊടുക്കുമ്പോൾ ഇറ്റ്സ് അതർ വേ ദാറ്റ് ബാങ്ക് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ബിസിനസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലൂടെയാണ് പലപ്പോഴും ബാങ്കുകൾ അതിനെ കൈകാര്യം ചെയ്യാറ്. ഇപ്പം ബാങ്ക് ഫിനാൻഷ്യൽസ് റിവ്യൂ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. കാരണം നമ്മളടുത്തും ബീങ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പലപ്പോഴും നമ്മളും കാണുന്നൊരു കാര്യമാണ്. ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പ്രൊജക്ഷൻ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വരും. അന്നേരം ഇവർ പലപ്പോഴും ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഓക്കെ നമുക്കൊരു ലോൺ വേണം, എങ്ങനെയെങ്കിലും ലോൺ കിട്ടാൻ വേണ്ട ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ വേണം. ആ ഒരു രീതിയിലാണ് പലപ്പോഴും ആളുകൾ ഇതിനെ കാണുന്നത്. അന്നേരം മാർക്കറ്റിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ജസ്റ്റ് ഈ സ്ഥാപനത്തിൻ്റെ പേരും ഇതുമെല്ലാം മാറ്റിക്കൊടുത്ത് അത് അതേപടി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന പല കേസുകൾ നമ്മൾ കാണാറുണ്ട്. അതായത് ഈവൻ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ പോലും അവർക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ്റെ റെലവൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വേണ്ടത്ര രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ചെയ്യുമ്പം ഫസ്റ്റ് തിങ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണ്ടേ, ഓക്കെ ഇത് ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് വർക്കൗട്ട് ആവുമോ, ഇതിന് വേണ്ടത്ര ഒരു പ്രോഫിറ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവുമോ, അതൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഓക്കെ ഈ ബിസിനസ് ഓണേഴ്സിൻ്റെ ഇവരുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ, എങ്ങനെയായാലും ലോൺ കിട്ടണം, ലോൺ കിട്ടാൻ വേണ്ട ഒരു ഫിനാൻഷ്യൽസ് വേണം. അതൊന്നും നോക്കാൻ പോലും ഒരു അങ്ങനത്തെ സംഭവങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒന്നാമത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൊമോട്ടറോട് സംസാരിച്ച ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഫിനാൻഷ്യൽസിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് കൃത്യമായിട്ട് എവിഡൻ്റ് ആണ്. കാരണം പ്രോഫിറ്റബിലിറ്റി വരുന്ന ഇയർ ചിലപ്പോൾ ഫസ്റ്റ് എനിക്ക് ഒരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മ വരുന്നത്, അതേപോലെ ഒരു പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ. അപ്പം ഞാൻ ആരോട് ഇങ്ങനെ കുറച്ച് ചോദിച്ചു, ചേട്ടാ അത് എങ്ങനെയാണ് ഈ ഇത്രയും ഇതും ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിലല്ല ബിസിനസ് തുടങ്ങുന്നതെന്ന് കൂടെ ആലോചിക്കണം. സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, മാർച്ചിൽ ഫിനാൻഷ്യൽസ് എൻഡ് ചെയ്യുന്നു, ദാറ്റ് വിത്ത് എ പ്രോഫിറ്റബിൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാം പ്രാക്ടിക്കലായിട്ട് നമുക്ക് അങ്ങനത്തെ ബിസിനസ്സിനെ കാണാൻ മേ ബി 1% ഒക്കെയാണ് കാണുള്ളൂ. 99% ഓഫ് ദ സിനാരിയോയിലും ഇത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റബിൾ അല്ല. അപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ നെക്സ്റ്റ് മറുപടി എന്ന് പറയുന്നത് ഞാനൊന്ന് ഓഡിറ്ററോട് ചോദിക്കട്ടെ. അപ്പം അതുപോലും നോക്കാതെയാണ് ഇവർ ആ ഓഡിറ്റർ കൊടുത്ത ആ ഫിനാൻഷ്യൽസുമായിട്ട് നേരെ ബാങ്കിലോട്ട് വരും. അവർക്ക് ബേസിക്കലി അവരുടെ ഫിനാൻഷ്യൽസിനെ കുറിച്ച് ഐഡിയ ഇല്ല. അപ്പോൾ അവർ തന്നെ ചെയ്യാൻ പോകുന്ന ബിസിനസ്, ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ എത്രത്തോളം അവർ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ് എന്നൊരു സാധനം കൂടി വരുന്നത്. അവരുടെ പാഷൻ, അവരുടെ ബിസിനസിനെ കുറിച്ചുള്ള ഐഡിയ, അവരുടെ തന്നെ അവർക്കൊരു മേ ബി അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിലും ദേ ഷുഡ് നോ സം ഓഫ് ദ ആസ്പെക്ട്സ്. അതായത് എന്നാണ് ബിസിനസ് പ്രോഫിറ്റബിൾ ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിന് എത്ര നാളെടുക്കും, ഇതൊക്കെ വളരെ ബേസിക് മിനിമം ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മേ ബി ചിലപ്പോൾ അത് അക്കൗണ്ട് ചെയ്ത് എക്സാക്ട് ഇത്രയാണെന്നുള്ളതായിരിക്കും ചിലപ്പോൾ അറിഞ്ഞുകൊടുന്നില്ല. എന്നാലും ഒരു റേഞ്ച് അവരുടെ മനസ്സിലാവും. ഞാൻ ഇത്രയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇത്രയായിരിക്കണം, ഇത്ര സെയിലാണ് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇത്ര സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഒരു പ്രോഫിറ്റബിലിറ്റി പോസിബിൾ ആണ്. ഈ ഒരു ബേസിക് ഐഡിയ പോലും ഇല്ലാതെ ഐഡിയ പോലും പലപ്പോഴും ഇല്ല. ഈവൻ പ്രൈസ് ചെയ്യുന്നത് പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ എന്ത് പ്രൈസാണോ കോട്ട് ചെയ്യുന്നത് ആ പ്രൈസിനെക്കാളും കുറച്ച് താത്തി കോട്ട് ചെയ്യാം. അതല്ലാതെ ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് മോഡൽ, ഇപ്പം ഞാൻ മേ ബി ഒക്കെ കോമ്പറ്റീറ്റർ ചെയ്യുന്ന സെയിം രീതിയിലായിരിക്കത്തില്ല ചിലപ്പം ബിസിനസ് ചെയ്യുന്നത്, കോമ്പറ്റീറ്റർ കൊടുക്കുന്ന സെയിം സർവീസ് ആയിരിക്കത്തില്ല ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ സ്കെയിലായിരിക്കത്തില്ല ഞാൻ ചിലപ്പം ബിസിനസ് ചെയ്യുന്നത്. അന്നേരം എനിക്ക് ഏത് പ്രൈസ് വയബിൾ ആകും എന്നുള്ളത് പോലും പല ബിസിനസ് ഓണേഴ്സും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അന്നേരം ആ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ അത്ര ഒരു ക്ലാരിറ്റി പല ആളുകൾക്കും ഇല്ല. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ല, എനിക്ക് അവിടെ നിന്ന് ലോൺ കിട്ടുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ പരാതി പറയുന്നതിന് മുന്നേ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ക്ലാരിറ്റി സ്വയം ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ബാങ്കിൽ പോയി സംസാരിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു ബാങ്ക് മാനേജർക്കും ഒരു കോൺഫിഡൻസ് കിട്ടണമല്ലോ. ഈ പ്രൊമോട്ടർ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡിഫോൾട്ട് അസറ്റ് ആവില്ല. ബാങ്കിങ് ടൈംസിൽ പറയുകയാണെങ്കിൽ NPA എന്ന് പറയും, പെർഫോമിംഗ് അസറ്റ്. അത്തരം ഒരു അസറ്റ് ആവില്ല. ഇത് ഇയാളെ കൊണ്ട് റീപേ ചെയ്ത് ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റും. അത്തരം പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു മിക്ക ബാങ്ക്, എല്ലാവരും അല്ലെങ്കിൽ പോലും മിക്ക ബാങ്ക് മാനേജേഴ്സിനും താല്പര്യമാണ്. കാരണം എസ്പെഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് മാനേജേഴ്സിനും ടാർഗറ്റ്സ് ഉണ്ട്. ദേ ഓൾസോ നീഡ് ടു അവരുടെ ബുക്ക് പ്രകാരം അവരുടെ HOയിൽ നിന്ന് റീജിയണൽ ഓഫീസിൽ നിന്ന് കൊടുത്ത ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനകത്ത് തന്നെ അവർക്ക് വരുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ മനസ്സിലുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ അസറ്റ് ഡിഫോൾട്ട് അസറ്റിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഇക്വിലിബ്രിയം കണ്ടെത്തേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കുറച്ച് പ്രൊമോട്ടർ മനസ്സിലാക്കി കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട്, ചിലപ്പോൾ പലപ്പോഴും ഒരു പ്രിപ്പറേഷൻ, ചിലപ്പോൾ എല്ലാ ഈ പറഞ്ഞതിലൊക്കെ ഐഡിയ ഉണ്ടാവാം, പക്ഷെ ഒരു പ്രിപ്പറേഷൻ ചെയ്യില്ല. ബാങ്കിൽ ലോൺ കിട്ടുക എന്നുള്ളത് നേരെ ഒരു പ്രൊജക്ഷൻസ് പ്രിപ്പയർ ചെയ്യുന്നു, അത് നേരിട്ട് ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്നു, ഇത് ഓട്ടോമാറ്റിക് ആയിക്കോളും എന്നൊരു പ്രോസസ്സിൽ ധരിക്കുന്നതുകൊണ്ടാണ് ഈ മിസ്റ്റേക്സ് ഒരു 50% കണ്ടുവരും.
ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് മാനേജർമാരെ നമ്മളങ്ങനെ ഒരു വില്ലന്മാരായിട്ട് കണ്ടതുകൊണ്ട് കാര്യമില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തന്നെ വേണം അല്ലേ? ചെയ്യണം.